ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കൊല്ലത്ത് 3 ലക്ഷം രൂപയുടെ MDMA-യുമായി യുവതി പിടിയിൽ. കർണാടകയിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന MDMA സ്വന്തം കാറിലായിരുന്നു യുവതി കടത്തിയത്. വൈദ്യപരിശോധനയിൽ യുവതിയുടെ ജനനേന്ദ്രിയത്തിലും ലഹരി ഒളിപ്പിച്ചതായി കണ്ടെത്തി. മയങ്ങല്ലെ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 19-ാം അധ്യായത്തിൽ ലഹരി കടത്തിന്റെ വഴികളെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ വിശദമാക്കുകയാണ്. അതായത് ഈ 19-ാം അധ്യായം എഴുതാനിരിക്കുമ്പോൾ ആദ്യം കണ്ട വാർത്തകളിൽ ചിലതാണ് പറയുന്നത്. അതിലൊന്നാമത്തേതായിരുന്നു കൊല്ലത്ത് 3 ലക്ഷം രൂപയുടെ MDMA-യുമായി യുവതി പിടിയിലായതിനെക്കുറിച്ച്. ലഹരിക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന ഡീഹണ്ടിന്റെ ഭാഗമായി ശനിയാഴ്ച മാത്രം 200-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയെക്കുറിച്ച് എറണാകുളം സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൽ സലാമിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഹരിയുണ്ട് അല്ലെങ്കിൽ കഞ്ചാവ് ഉണ്ട് എന്ന വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ വളരെ ചെറിയൊരു അളവ് മാത്രം കഞ്ചാവ് അവിടെ നിന്നും പിടിക്കപ്പെടും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എത്ര വലിയ ക്വാണ്ടിറ്റിയാണ് അവിടെ നിന്ന് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. കൊച്ചി സിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം 2500-ഓളം കേസുകൾ നാർക്കോട്ടിക്സ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിൽ 44 കേസ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ്, 118 കേസ് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസാണ്. അപ്പൊ ഈ വർഷം മാർച്ച് 18-ാം തീയതി വരെ 645 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഉപയോഗം വിദ്യാർത്ഥികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ, യങ് ജനറേഷന്റെ ഇടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോളിടെക്നിക്കിൽ എന്ന റെയ്ഡ് ചെയ്ത സമയത്തും നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റി പ്രതീക്ഷിച്ചാണ് അവിടെ പോയത്. പക്ഷെ അവിടെ കുട്ടികൾ തന്നെ ഇതിന്റെ കച്ചവടക്കാരായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാധാരണ കുട്ടികൾക്ക് ചെറിയൊരു പാക്കറ്റൊക്കെ കിട്ടുന്നത് മെയിൻ ഡ്രഗ് പെഡ്ലേഴ്സിന്റെ അടുത്തു നിന്നൊക്കെ കിട്ടുള്ളൂ. ഇത് കുട്ടികൾ തന്നെ കഞ്ചാവ് ഹോൾസെയിൽ റേറ്റ് കളക്ട് ചെയ്തിട്ട് അവർ തന്നെ ഇതിന്റെ കച്ചവടക്കാരായിട്ട് മാറി മറ്റു വിദ്യാർത്ഥികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ കേരളത്തിലുണ്ട്. കൊച്ചി സിറ്റി പോലീസ് എല്ലാ സ്കൂളുകളിലും അതുപോലെ കോളേജിലൊക്കെ പോയിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഉണർവെന്നും പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും കോളേജിലൊക്കെ ക്ലാസ്സിലും സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബോധവൽക്കരണം കൊണ്ട് മാത്രമല്ല, ശക്തമായ ഒരു എൻഫോഴ്സ്മെന്റും നമുക്ക് ആവശ്യമാണ് തടയാൻ വേണ്ടി. അപ്പൊ ഇനിയും കൂടുതൽ കോളേജുകൾ അതുപോലെ കോളേജ് ഹോസ്റ്റലും മറ്റുള്ളൊക്കെ കണ്ടെത്തി സ്ഥിരമായിട്ട് റെയ്ഡ് നടത്തി ശക്തമായ എൻഫോഴ്സിംഗ് സംവിധാനം നടപ്പിലാക്കിയാൽ നമുക്ക് ഇത് തടയാൻ പറ്റുള്ളൂ. ഈ 19-ാം അധ്യായം പറഞ്ഞു തുടങ്ങിയത് 3 ലക്ഷം രൂപയുടെ MDMA-യുമായി യുവതി പിടിയിലായതിനെക്കുറിച്ചാണ്. അഞ്ചാലമ്മൂട് പനയം രേവതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന 34-കാരിയായ അനില രവീന്ദ്രനാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമിന്റെയും ശക്തികുളങ്ങര പോലീസിന്റെയും റെയ്ഡിൽ പിടിയിലായത്. MDMA കേസിൽ യുവതി നേരത്തെയും പ്രതിയാണ് എന്നതാണ് ഈ വാർത്തയ്ക്കൊപ്പം ചേർക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കർണാടകയിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന MDMA സ്വന്തം കാറിലായിരുന്നു യുവതി കടത്തിയിരുന്നത്. നഗരത്തിലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ യുവതി ലഹരി കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരപരിധിയിൽ വ്യാപക പരിശോധനയാണ് ആരംഭിച്ചത്. നോക്കൂ, നേരത്തെ MDMA കേസിൽ യുവതി പ്രതിയാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തു ശിക്ഷയാണ് ഈ പ്രതിക്ക് നൽകിയത് എന്ന വിവരം കൂടി പുറത്തുവിടേണ്ടതുണ്ട്. ഇനി പുറത്തു മാത്രമല്ല, കേരളത്തിലെ ജയിലുകളിലൂടെയും കഞ്ചാവും ഹാഷിഷും മയക്കുമരുന്ന് ഗുളികകളും MDMA-യും അടക്കം സുഗമമായി ഒഴുകുന്നുവെന്ന് ഒരു മുൻ വിചാരണ തടവുകാരൻ വെളിപ്പെടുത്തിയിരുന്നു. ജയിലുകളിലേക്ക് എത്തുന്ന പുതിയ തടവുകാരും പച്ചക്കറി വാഹനങ്ങളും കടത്തുകാരാകുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. ബന്ധുക്കളടക്കം പലപ്പോഴും ലഹരിക്കായി നീക്കുപോക്കുകളിൽ പങ്കാളികളാകുന്നു. വിയൂർ ജയിലിലെ മുൻ വിചാരണ തടവുകാരനായ ജെയ്മോനാണ് കഴിഞ്ഞ ദിവസം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. തടവ് പുള്ളികളെ കാണാനായി ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തും. തടവുകാർക്കായി ഇവർ കൊണ്ടുവരുന്ന ബർമുടകളിൽ രഹസ്യ അറകൾ തുന്നിച്ചേർത്തിരിക്കും. അതിനുള്ളിലാണ് ബീഡി, കഞ്ചാവ്, MDMA എന്നിവ കടത്തുന്നത്. വിമാനത്താവളങ്ങൾ വഴിയുള്ള കള്ളക്കടത്ത് തടയുന്നതിന്റെ ചുമതല പ്രധാനമായും കസ്റ്റംസ് വിഭാഗത്തിനാണ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ലഗേജുകൾ ശാസ്ത്രീയമായി പരിശോധിച്ച് പുതുതലമുറ മയക്കുമരുന്ന് കണ്ടെത്താൻ കസ്റ്റംസിന് നിർവാഹമില്ലാത്തത് അന്താരാഷ്ട്ര കള്ളക്കടത്തിനും സഹായകമാകുന്നു. ഒമാനിൽ നിന്ന് എത്തിയ ലഹരി
പിടികൂടിയ സംഭവം കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു. അതുപോലെ കൊച്ചി സിറ്റിയിൽ പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് 1988 വന്ന ആക്ട് പ്രകാരം 17 പേരെ റിപ്പോർട്ട് കൊടുത്ത് 11 പേരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ 8 റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. 3 പേർക്ക് ഡിറ്റൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. പോലീസിനെ കൊണ്ട് കഴിയാതെ മാക്സിമം എഫേർട്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ബോധവൽക്കരണത്തിന്റെ കാര്യത്തിലായാലും എൻഫോഴ്സ്മെന്റ് കാര്യത്തിലായാലും. ഇനിയും എല്ലാവരും പബ്ലിക്കിന്റെ സപ്പോർട്ട് വേണം, റെസിഡൻസ് അസോസിയേഷന്റെ സപ്പോർട്ട്, മീഡിയ സപ്പോർട്ട്, എല്ലാ പൊതുജനങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ശക്തമായ ഒരു എൻഫോഴ്സ്മെന്റ് സംവിധാനം നടപ്പിലാക്കി വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് വേണ്ട കൗൺസിലിംഗ് ട്രീറ്റ്മെന്റും ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും കൊടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും സഹായം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഈ മട്ടാഞ്ചേരിയിൽ കഴിഞ്ഞ മാസം പിടിച്ച കേസിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിഫാസ് റഫീഖ്, ഐഷ ഗഫാർ എന്ന് പറഞ്ഞ 2 സ്ത്രീകളെ മട്ടാഞ്ചേരിയിൽ ഹോട്ടലിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് 500 ഗ്രാം MDMA കിട്ടി. പിന്നീട് അവർ കൊടുത്ത അവരെ 900 ഗ്രാമോളം MDMA കൊണ്ടത് ഒമാനിൽ നിന്നാണ് കൊണ്ടുവന്നത് അവര്. അത് പല ആൾക്കാർക്ക് കൊടുത്ത് അവിടെയൊക്കെ കേസ് നമ്മൾ എടുത്ത് പള്ളുരുത്തിയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്, ഫോർട്ട് കൊച്ചിയിലെടുത്ത്, ആലുവയിൽ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം കേസുകളെടുത്ത് അങ്ങനെ 5 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ അവർ ഒമാനിൽ നിന്നാണ് കൊണ്ടുവന്നതാണ് അവർ മൊഴിയിൽ പറഞ്ഞത്. ഒരു മാഗി ആഷ എന്ന് പറയുന്ന ലേഡിയാണ് ഈ സാധനം അവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ ഇതിന്റെ റേറ്റ് വളരെ കുറവാണ്. ഒമാനിൽ എങ്ങനെ വരുന്നതെന്ന് കൂടുതൽ അന്വേഷണം നടത്തിയാൽ വേറെ രാജ്യം ഇറാനാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നതെന്ന് കൂടുതൽ അന്വേഷണം നടത്തിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ഗ്രാമിന് വെറും 400 രൂപക്കാണ് അവർ മേടിക്കുന്നത്. ഗ്രാമിന് 400 രൂപക്ക് മേടിച്ചിട്ട് ഇവിടെ അവർ 2000-2500 രൂപക്കാണ് വിൽപ്പന നടത്തുന്നത്. ഇങ്ങനെ മട്ടാഞ്ചേരി ഹോട്ടലിൽ മുറി എടുത്ത് റിഫാസ് റഫീഖും ഐഷ ഗഫാറും കൂടി വിൽപ്പന നടത്തുന്നതിന്റെ ഇടയിലാണ് നമ്മൾ മട്ടാഞ്ചേരി പോലീസ് പോയി അവരെ അറസ്റ്റ് ചെയ്ത്. അതിനെ തുടർന്ന് 5 കേസിൽ രജിസ്റ്റർ ചെയ്തു. അപ്പൊ സർക്കാർ യുവാക്കളുടെ ഇടയിലും മറ്റു ഈ ലഹരി വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഓപ്പറേഷൻ ഡി ഹാൻഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ മാർച്ച് വരെ കംപ്ലീറ്റ് ആവും. അതുകൂടാതെ സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ജനമൈത്രി പോലീസ് ഓഫീസർമാരും സുരേഷ് പോലീസ് കേഡറ്റിലെ വിദ്യാർത്ഥികളുമായി പല വീടുകളിൽ കയറി സർവേ നടത്തി ഡ്രഗ് അഡിക്ഷന് ബന്ധപ്പെട്ട കുട്ടികളെ കണ്ടെത്തി അവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട കൗൺസിലിംഗും ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും കൊടുത്ത് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. വിദേശത്ത് കുറഞ്ഞ ചെലവിൽ MDMA ലഭിക്കും, കടത്തിക്കൊണ്ടുവരാൻ എളുപ്പമാണെന്ന് നാർക്കോട്ടിക്സും പറയുന്നു. നൈജീരിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കടത്തുന്ന വലിയ സംഘങ്ങൾ. സ്വർണ്ണക്കടത്ത് തടയുന്നതിന് മെറ്റൽ ഡിറ്റക്ടറുകളും എക്സ്റേ സ്കാനിങ്ങുമെല്ലാം വിമാനത്താവളങ്ങളിലുണ്ട്. പരിശീലനം സിദ്ധിച്ച നായകളെ ഉപയോഗിച്ച് പരമ്പരാഗത ലഹരിമരുന്ന് കണ്ടെത്തുകയാണ് പതിവ്. മുൻകൂട്ടി വിവരം ലഭിക്കുന്ന കേസുകളിലെ ലഗേജുകളും സംശയമുള്ളവയുമാണ് പരിശോധിക്കുക. വലിയ ലഗേജുകൾക്കുള്ളിൽ ചെറിയ അളവിൽ കടത്തുന്ന ഗന്ധമില്ലാത്ത പുതുതലമുറ മയക്കുമരുന്നുകൾ കണ്ടെത്തുക എളുപ്പമല്ല. സംശയമുള്ള വസ്തുക്കൾ പിടികൂടിയാൽ തന്നെ പരിശോധിച്ച് ലഹരിമരുന്ന് തന്നെയാണോ എന്ന് പെട്ടെന്ന് ഉറപ്പാക്കാനും സംവിധാനമില്ല. നമുക്ക് ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ വിലയിരുത്താനുള്ള യോഗങ്ങൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ലഹരി മാഫിയ സംഘത്തിന്റെ സമഗ്രമായ ഡേറ്റാബേസ് തയ്യാറാക്കുകയാണ്. കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകൾ, ലേബർ ക്യാമ്പുകൾ, പാഴ്സൽ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സംയുക്തമായി പരിശോധന നടത്തണം. അന്തർ സംസ്ഥാന ബസ്സുകളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലുമെല്ലാം സംയുക്ത പരിശോധന നടത്തണം. മാത്രമല്ല, പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് കണ്ടെത്താനുള്ള മാർഗങ്ങളും തേടിയിരിക്കണം.